ഇങ്ങനെ കറക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കറക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഒരു സൈഡ് വയ്ക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കറക്റ്റ് കുറച്ച് സെൻറ്ററിൽ മുന്നേ കൊച്ച് അടിപൊളിയായിട്ടുണ്ട്. ഹായ്, നമസ്കാരം. GPMEDIയയിലെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് കോണ്, പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന കോണാണ്. ഇപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പരിചിതമായ ഒരു വിഭവം ഉണ്ടാക്കാം. ഓക്കെ, നേരെ കിച്ചണിലേക്ക് പോകാം. അതിനായി നമ്മൾ ഒരു ചെറിയ പാന് എടുക്കുക. പാനെന്ന് പറയുമ്പോൾ അടി കോട്ടിംഗ് ഇല്ലാത്ത പാൻ വേണം. കോട്ടിംഗ് ഉള്ള പാനാണെങ്കിൽ ആ കോട്ടിംഗ് എല്ലാം ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഞങ്ങളെല്ലാം ഇതിൻ്റെ കോട്ടിംഗ് എല്ലാം പോയതാണ്, പഴയ പാനാണ്. അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി ചൂടാക്കുന്ന, നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഴിയുള്ള ചട്ടി ആയാലും മതി. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കിയതിന് ശേഷം സ്വല്പം ഓയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് മതി ഓയിൽ. അതിപ്പോൾ ഏത് ഓയിലാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ ചെറിയ ടേസ്റ്റൊക്കെ കിട്ടും. വെളിച്ചെണ്ണ ഉപയോഗിച്ചു. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച ശേഷം ഞാനിതൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. മറ്റേ എണ്ണ എല്ലാവരും ഒന്നാകാൻ വേണ്ടി ചുറ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയാണ്. ചുറ്റിച്ച് കൊടുത്ത് അതിനുശേഷം ഞാൻ സ്വല്പം ഉപ്പ് ഇതിനകത്ത് ഇടുകയാണ്. ഉപ്പ് നമ്മൾ ഡയറക്റ്റ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിടിക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലും നല്ല പുതിയ മെത്തേഡ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്ത് ഇപ്പോൾ എണ്ണ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കോൺ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടൊന്ന് മിക്സ് ആക്കാൻ പോവുകയാണ്. ഇട്ട് അതിന് ശേഷം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചൂടാകാൻ വേണ്ടി എല്ലാവരും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാനിത് അടച്ചു വെക്കാൻ പോവുകയാണ്. ചെറിയ തീ മാത്രമേ പാടുള്ളൂ. വലിയ തീ ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ പൊട്ടുന്നുണ്ട്. അടിപൊളി. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ മിക്സായി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ക്യാമറ ആയതുകൊണ്ട് മിക്സായി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് പൊട്ടിക്കൊണ്ട സമയത്ത് ഒരിക്കലും തുറക്കാൻ പാടില്ല. തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ മുഖത്തോ കണ്ണിലോ ദേഹത്തൊക്കെ വീഴും. അതുകൊണ്ട് ഒരിക്കലും ഇത് തുറക്കാൻ പാടില്ല. ഇത് മൊത്തം കഴിഞ്ഞ് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തുറക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറു തീയിലിടാവൂ. തീ കൂട്ടാനും പാടില്ല. തീ കൂട്ടിക്കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും, കരിയും. ഇങ്ങനെ കറക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കറക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഒരു സൈഡ് വയ്ക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കറക്റ്റ് കുറച്ച് സെൻറ്ററിൽ തന്നെ വരികയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. മീൻസ് ഇതിനകത്ത് ഇടുമ്പോൾ ഒത്തിരി നമുക്ക് ഇതിനകത്ത് ഇടാൻ പാടില്ല. എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ളൊരു സ്പേസുകൾ കൊടുക്കണം. കുറച്ച് മാത്രം നമുക്കിത് പൊട്ടിച്ചെടുക്കാവൂ. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യുക. കണ്ടോ, നമ്മളിട്ട ഏകദേശം എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. പൊട്ടി ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിപ്പം ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ടോ, നമ്മളിതിൻ്റെ പകുതി ഇത്ര ഇതുണ്ടായിരുന്നത് പൊട്ടി. അതിപ്പം പൊട്ടി അത് എത്ര ആയിട്ടുണ്ട്, ഇത് ഫുള്ളും ആയിട്ടുണ്ട്. കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മാത്രമേ അത് പൊട്ടി നമുക്ക് കിട്ടത്തുള്ളൂ. കൂടി ഇട്ട് കഴിഞ്ഞാൽ പൊട്ടി
എന്താ പറയുക, അത് പൊട്ടി വരാനായിട്ട് സ്പേസ് ഇല്ലാതെ എല്ലാം പൊട്ടി നല്ല വിടർന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്ക്. മിൻഹ കൊച്ചിന് കൊടുക്കാം. മിൻഹ കൊച്ച് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഈ പോപ്കോൺ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് പോപ്കോൺ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഈ പോപ്കോൺ. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണാടി വെച്ചാണ്. അപ്പം കുട്ടികൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റും ഉണ്ട് ഇതിന്. എനിക്കിത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കടയിൽ നിന്ന് കഴിക്കുന്ന കൂട്ട് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ഓക്കെ, നമുക്ക് ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയുമായി അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗുമായി ഇനിയും നമുക്ക് കാണാം. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു. ബൈ ബൈ.